ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പൊള്ളുന്ന ചൂടിന് തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ കാഠിന്യമേറെയാണെന്ന് കോഴിക്കോട്ടുകാരുടെ സാക്ഷ്യപ്പെടുത്തൽ. പുതിയ ഭരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും സീറ്റ് നിലനിർത്താനുള്ള പാർട്ടിക്കാരുടെ തന്ത്രങ്ങളും വേനൽ ചൂടിൽ അമരുമെന്ന കാര്യം ഇതോടെ ഉറപ്പായി. 15 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് നഗരത്തിൽ കത്തുന്ന വേനൽ അനുഭവപ്പെടുന്നത്. ഇനി പ്രധാന വാർത്തകളിലേക്ക്. തിരുവമ്പാടിയിൽ കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകാൻ മുസ്ലിം ലീഗ് തയ്യാറായില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അഡ്വക്കേറ്റ് സണ്ണി പൊന്നാമറ്റം. ഇന്ത്യയുടെ വിദേശ നയം ഒരു പുനഃപരിശോധന എന്ന വിഷയത്തിൽ കോഴിക്കോട്ട് സെമിനാർ. ദേശീയ താൽപര്യത്തിന് ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ ഇടപെടലുകൾ വേണമെന്ന് സെമിനാർ. ഹൈന്ദവ ധർമ്മരക്ഷാ സംഗമം ഏപ്രിൽ 6 കോഴിക്കോട് ബീച്ചിൽ. ബാബ രാംദേവ്, സ്വാമി ഋതംബരാനന്ദ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകിയില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അഡ്വക്കേറ്റ് സണ്ണി പൊന്നാമറ്റം. സീറ്റ് വിട്ടു നൽകാമെന്ന ഉറപ്പിൽ 2011 തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയ തന്നെയും കോൺഗ്രസ് പ്രവർത്തകരെയും മുസ്ലിം ലീഗ് വഞ്ചിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താൻ വെറുമൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലെന്നും കുടിയേറ്റക്കാരനായ മുഴുവൻ ജനതയുടെ പിന്തുണ തനിക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ലീഗ് നേതൃത്വം കുഞ്ഞാലിക്കുട്ടിയെയും ഉമ്മൻചാണ്ടിയെയും ഒരുമിച്ചിരുത്തിയാണ് 2011 കത്ത് കൈമാറിയത് എന്ന് അഡ്വക്കേറ്റ് സണ്ണി പൊന്നമറ്റം പറഞ്ഞു. കത്തിലൂടെയുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ഉറപ്പിലാണ് താൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത്. കുഞ്ഞാലിക്കുട്ടി കത്ത് തന്നപ്പോൾ താമരശ്ശേരി ബിഷപ്പും രമേശ് ചെന്നിത്തലയും സാക്ഷികളാണെന്ന് ചാനൽ ചർച്ചകളിൽ വികസന സമിതി കൺവീനർ ചാക്കോ കാളംപറമ്പിൽ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും കുഞ്ഞാലിക്കുട്ടിയുടെ ചർച്ചയിലുണ്ടായ തീരുമാനം തിരുവമ്പാടി സീറ്റ് വരുന്ന തവണ മുസ്ലിം ലീഗിന് വേണ്ട, ഒരു കുടിയേറ്റ കർഷകന് കൊടുക്കാം. അത് പറഞ്ഞാൽ പോരാ, എഴുതി തരണം, എന്നാലേ നോമിനേഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ നോമിനേഷൻ പിൻവലിച്ചത്. ഞാൻ നോമിനേഷൻ പിൻവലിച്ചത്. പാണക്കാട് തങ്ങളടക്കം ലീഗിന്റെ മുഴുവൻ നേതൃത്വത്തിന്റെ അറിവോടെയാണ് കുഞ്ഞാലിക്കുട്ടി കത്ത് തന്നത്. കഴിഞ്ഞ 5 വർഷമായി തിരുവമ്പാടി സീറ്റിൽ കണ്ണും നട്ട് ഓടി നടക്കുന്ന കോൺഗ്രസുകാരെ മുഴുവൻ വിഡ്ഢികളാക്കിയ കൊലച്ചതിയും വിശ്വാസവഞ്ചനയുമാണ് ഇപ്പോൾ ലീഗ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണ താൻ തിരുവമ്പാടിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും തിരുവമ്പാടി സിറ്റിംഗ് സീറ്റാക്കി കൊടുത്ത തങ്ങൾക്ക് ലീഗിനെ പുറത്താക്കാനും അറിയാമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗിന് കൊടുത്തിട്ട് സിറ്റിംഗ് സീറ്റാക്കി മാറ്റിയത് ഞങ്ങളാണ്. ആ ഞങ്ങളുടെ അന്ന് വെച്ച ആവശ്യത്തിന് ഈ സിറ്റിംഗ് സീറ്റ് ആക്കാൻ അന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ നാളെ സിറ്റിംഗ് സീറ്റ് അല്ലാതാക്കാൻ ഞങ്ങൾക്ക് കഴിയും കുടിയേറ്റക്കാർക്ക്. അതാണ് ഞങ്ങളുടെ ശക്തി. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വടകരയും KA കേരളീയൻ സ്മാരക സമിതിയും സംയുക്തമായി ഇന്ത്യയുടെ വിദേശ നയം ഒരു പുനഃപരിശോധന എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി റിട്ടയർഡ് ഇന്ത്യൻ നേവി ക്യാപ്റ്റൻ മോഹൻ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും KA കേരളീയൻ സ്മാരക സമിതിയും സംയുക്തമായാണ് ഇന്ത്യയുടെ വിദേശ നയം ഒരു പുനഃപരിശോധന എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി റിട്ടയർഡ് ഇന്ത്യൻ നേവി ക്യാപ്റ്റൻ മോഹനൻ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തി ഇന്ത്യയുടെ വിദേശ നയത്തിൽ ചില ഇടപെടൽ അനിവാര്യമാണെന്ന് ശില്പശാല അഭിപ്രായപ്പെട്ടു. പൊതുജന താൽപര്യം, കർഷക താൽപര്യം, സാമ്പത്തിക പുരോഗതി, വിദ്യാഭ്യാസ നിലവാരം തുടങ്ങിയവയുടെ മേന്മയിലൂന്നിയ നയതന്ത്ര പദ്ധതികൾക്ക് സർക്കാർ മുൻതൂക്കം നൽകണമെന്നും സെമിനാറിൽ ആവശ്യമുയർന്നു. വികസന പദ്ധതികൾക്കും നേട്ടങ്ങൾക്കും കരുത്തുപകരാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. വർഷം തോറും നടത്തുന്ന സെമിനാറിൽ വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരാണ് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ വിവിധ തലങ്ങളെ പരാമർശിക്കുന്ന ശില്പശാലയിൽ വിവിധ വിഷയങ്ങളിലായി നിർദ്ദേശ് പ്രൊജക്ട് ഓഫീസർ ക്യാപ്റ്റൻ രമേശ് ബാബു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ കെ ഗോപാലൻകുട്ടി, ഡോക്ടർ പ്രഭാകരൻ പാലേരി,
ഡോക്ടർ NAM അബ്ദുൽ ഖാദർ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ KKN കുറുപ്പ് അധ്യക്ഷനായിരുന്നു. TK വിജയരാഘവൻ, പ്രൊഫസർ P ശിവദാസൻ, ഡോക്ടർ PJ വിൻസെന്റ്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, K മൊയ്തീൻ കോയ, TV ബാലൻ, MKM കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഏപ്രിൽ 6-ന് കോഴിക്കോട് ബീച്ചിൽ മഹാഭാരതം എന്ന പേരിൽ ഹൈന്ദവ ധർമ്മ രക്ഷാ സംഗമം സംഘടിപ്പിക്കുന്നു. ബാബ രാംദേവ്, സ്വാമി ഋദംബരാനന്ദ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ സ്വാമി ചിദാനന്ദപുരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോകം ഭാരതത്തെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന സാഹചര്യത്തിൽ ഭാരതീയതയെ ഉയർത്തിക്കാട്ടുകയാണ് മഹാഭാരതം ധർമ്മരക്ഷാ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. സുശക്തമായ ഭാരതത്തിനായി കൈകോർക്കുക, ഹൈന്ദവ ആചാര്യന്മാർക്കും ഹൈന്ദവ പ്രതീകങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെയും അവഹേളനങ്ങളെയും പ്രതിരോധിക്കുക എന്നിവയും മഹാഭാരതം കൊണ്ട് ലക്ഷ്യം വെക്കുന്നു. ബാബ രാംദേവ്, സ്വാമി ഋദംബരാനന്ദ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും ശ്രീ രവിശങ്കറിനെ പങ്കെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. ഏപ്രിൽ 6-ന് കാലത്ത് ബീച്ചിൽ ഗണപതി ഹവനത്തോടെയാണ് മഹാഭാരതത്തിന് തുടക്കമാവുക. തുടർന്ന് ഭജനാലാപനം നടക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് കലാപരിപാടികൾ. വൈകിട്ട് 5-ന് സന്യാസി വര്യന്മാരുടെ സമുദ്രവന്ദനത്തോടെ പൊതുസമ്മേളനം ആരംഭിക്കും. ആധ്യാത്മിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ ദേശീയ, അന്തർദേശീയ പ്രശസ്തിയുള്ള പ്രമുഖർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു. ജൈവ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിച്ച് ചെറുപ്പക്കാരുടെ കൂട്ടായ്മ വിജയം കൊയ്തു. ഫറൂഖ് കരുവൻതുരുത്തി ദർശനം സ്വയം സഹായ സംഘത്തിലെ 20 ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് കൃഷി ഇറക്കിയത്. വിളവെടുപ്പ് ഉത്സവം ഫറൂഖ് നഗരസഭാ അധ്യക്ഷ T സുഹ്റാബി ഉദ്ഘാടനം ചെയ്തു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ട് കരുവന്തുരുത്തി ദർശനം സ്വാശ്രയ സംഘം നടത്തിയ ജൈവ പച്ചക്കറി കൃഷി വിളവെടുപ്പ് ഉത്സവത്തിന് തുടക്കമായി. AP റോഡിൽ 40 സെന്റ് സ്ഥലത്തെ കൃഷിത്തോട്ടത്തിലാണ് വിളവെടുപ്പ്. പയർ, വെണ്ട, പടവലം, പാവയ്ക്ക, ചീര എന്നിവയെല്ലാം ഉൽപ്പാദിപ്പിച്ചു. തികച്ചും ജൈവരീതി അവലംബിച്ച കൃഷിയിൽ 100 മേനിയാണ് വിളവ്. ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ദർശനത്തിലെ 20 അംഗങ്ങൾ ചേർന്ന് കൃഷി ഇറക്കിയത്. കൃഷിക്കാരൻ പറഞ്ഞു പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മള് രാസവളം ഉപയോഗിക്കേണ്ടി. രാസവളം ഉപയോഗിച്ചാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മള് ജൈവവളമാണ്, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നാട്ടുകാർക്കും നമുക്ക് വേപ്പെണ്ണ. അതേമാതിരി ഇവര് ജൈവവള മൂപ്പര നിർദ്ദേശപ്രകാരം ജൈവവളത്തിൽ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. നഗരസഭാ അധ്യക്ഷ T സുഹ്റാബി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ P ഷിജു അധ്യക്ഷം വഹിച്ചു. പരപ്പനാട് ഫാമേഴ്സ് ക്ലബ് പ്രസിഡന്റ് P ഹരിദാസൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നഗരസഭാ ഉപാധ്യക്ഷൻ V മുഹമ്മദ് ഹസൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ P ആസിഫ്, സബീന മൻസൂർ, കർഷകമിത്ര അവാർഡ് ജേതാവ് പരപ്പനങ്ങാടി TK അബ്ദുൾ റസാഖ്, കൃഷി അസിസ്റ്റന്റ് വിജയ മേരി, ദർശനം പ്രസിഡന്റ് MP ലക്ഷ്മണൻ, T രഘുനാഥ്, പൊന്നേമ്പറമ്പത്ത് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ഡൽഹി ഭദ്രാസനത്തിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഫാദർ ഗ്രിഗോറിയോസ് മാർ സ്തഫോനോസ് എപ്പിസ്കോപ്പ തിരുമേനിക്ക് മാർച്ച് 16-ന് കോഴിക്കോട് പൗരാവലി സ്വീകരണമൊരുക്കുന്നു. സ്വീകരണ സമ്മേളനം മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. മലങ്കര മാർത്തോമ സുറിയാനി സഭ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപനായി കഴിഞ്ഞ 5 വർഷക്കാലത്തെ സേവനത്തിനു ശേഷം ഡൽഹി ഭദ്രാസനത്തിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന റവറൻ ഗ്രിഗോറിയോസ് മാർ സ്തഫാനോസ് എപ്പിസ്കോപ്പ തിരുമേനിക്ക് മാർച്ച് 16-ന് ബുധനാഴ്ച കോഴിക്കോട് പൗരാവലി യാത്രാമംഗളങ്ങൾ നേരും. തിരുമേനിയുടെ 57ാം ജന്മദിനത്തിന്റെ ഭാഗമായി ഭിന്നശേഷിയുള്ള 57 പേർക്ക് വീൽചെയർ, എയർബെഡ്, വാക്കിംഗ് സ്റ്റിക്ക്, വോക്കർ മുതലായവ നൽകും. ഇതോടൊപ്പം ക്യാൻസർ ബാധിതരായ രോഗികളുടെ മക്കൾക്കുള്ള പഠനോപകരണ വിതരണോദ്ഘാടനവും ക്യാൻസർ രോഗബാധിതരായവർക്കുള്ള പോഷകാഹാര കിറ്റുകളുടെ വിതരണോദ്ഘാടനവും നിർവഹിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. KP കേശവ മേനോൻ ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീറും ഭിന്നശേഷിയുള്ളവർക്കുള്ള ഉപകരണ വിതരണോദ്ഘാടനം മേയർ VKC മുഹമ്മദ് കോയയും ക്യാൻസർ രോഗികളായവരുടെ മക്കൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം MLA A പ്രദീപ് കുമാറും നിർവഹിക്കും. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തുമെന്നും മാർത്തോമ ഹോസ്പിറ്റൽ ഗൈഡൻസ് സെന്റർ ഡയറക്ടർ റവറൻ ഷൈൻമോൻ ഏലിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ. പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക,
കുറച്ചുകൂടെ ബെറ്റർ? ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങിയ പുൽത്തകിടിക്ക് പുതുജീവൻ നൽകുകയാണ് ഡോക്ടർ അബ്ദുൾ ലത്തീഫ്. സ്വയം നിർമ്മിച്ച ഹോമിയോ അഗ്രോ കെയർ എന്ന നാനോ മരുന്നാണ് മാനാഞ്ചിറയുടെ പച്ചപ്പ് വീണ്ടെടുക്കുന്നത്. കത്തുന്ന വേനലിൽ നട്ടം തിരികുകയാണ് കോഴിക്കോട് നഗരം. 15 വർഷത്തിനു ശേഷമുള്ള കാഠിന്യമേറിയ ചൂട് കാരണം വെട്ടിലായത് ജനങ്ങൾ മാത്രമല്ല, പ്രകൃതിയെ നിലനിർത്തുന്ന ചെടികളും മരങ്ങളും ഒന്നടങ്കം കരിഞ്ഞുടങ്ങി. 15 വർഷത്തിനു ശേഷമുള്ള കാഠിന്യമേറിയ ചൂട് കാരണം വെട്ടിലായത് ജനങ്ങൾ മാത്രമല്ല, പ്രകൃതിയെ നിലനിർത്തുന്ന ചെടികളും മരങ്ങളും ഒന്നടങ്കം കരിഞ്ഞുണങ്ങി. പച്ചപ്പ് ചാർത്തി നിന്നിരുന്ന മാനാഞ്ചിറ മൈതാനവും വേനൽ കനത്തതോടെ ഇല്ലാതായി. മാനാഞ്ചിറയുടെ പച്ചപ്പ് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് ഡോക്ടർ അബ്ദുൾ ലത്തീഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഹോമിയോ അഗ്രോ കെയർ എന്ന നാനോ മരുന്നാണ് കരിഞ്ഞുണങ്ങിയ പുൽത്തകിടിക്ക് പുതുജീവൻ നൽകുന്നത്. 1 ലിറ്റർ വെള്ളവും 1 ഗ്രാം മരുന്നും മിശ്രിതമാക്കി ചെടികൾക്ക് സ്പ്രേ ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ആവശ്യത്തിന് വെള്ളം തളിക്കുന്നു. 4 ദിവസത്തിനു ശേഷം ചെടികൾ കിളിർക്കാൻ തുടങ്ങും. പുൽത്തകിടികളുടെ സംരക്ഷണത്തിന് ഹോമിയോ അഗ്രോ കെയർ മരുന്ന് ഫലപ്രദമാണെന്ന് മുൻപ് ബീച്ചിലെ പുൽത്തകിടിയിൽ സ്പ്രേ ചെയ്ത് പരീക്ഷിച്ച് വിജയം കണ്ടതാണ്. കർഷകർ ജീവനൌഷധം എന്ന് വിളിക്കുന്ന മരുന്നാണ് ഹോമിയോ അഗ്രോ കെയർ മരുന്ന് എന്നറിയപ്പെടുന്നത്. മരുന്നിന്റെ കൃത്യമായ ഉപയോഗത്തിലൂടെ നഗരത്തിലെ സർക്കാർ ഓഫീസുകളും മറ്റുമുള്ള പുൽത്തകിടികൾക്ക് പുതുജീവൻ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ മാനാഞ്ചിറ വൃത്തിയാക്കാനുള്ള പുതിയ പദ്ധതിയും ഡോക്ടർ അബ്ദുൾ ലത്തീഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. CWRDM വിദ്യാർത്ഥി പഠനത്തിൽ കണ്ടെത്തിയ വയനാട്ടിൽ മാത്രം കാണുന്ന പ്രത്യേകതരം ചെടി ഉപയോഗിച്ചാണ് ജലം ശുദ്ധീകരിക്കുന്നത്. അമിതമായ അയൺ, ലെഡ്, ക്രോമിയം, നിക്കൽ എന്നിവ ചെടി വലിച്ചെടുക്കുന്നതോടെ ജലം കൂടുതൽ ഉപയോഗപ്രദമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുന്ന സസ്യജാലങ്ങളെ നിലനിർത്താനും കൂട്ടായ്മയിൽ പങ്കുചേരാനും മണ്ണിനെ സ്നേഹിക്കുന്ന പ്രകൃതി സ്നേഹികൾ ഇനിയും രംഗത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 45ാമത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്റർ സോണൽ ഫുട്ബോൾ ടൂർണമെന്റ് മാർച്ച് 14 മുതൽ 18 വരെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. 6 സോണൽ ടീമുകൾ ഉൾപ്പെട്ട ലീഗ് കം നോക്കൌട്ട് മത്സരങ്ങളാണ് നടക്കുകയെന്ന് FCI പ്രതിനിധികൾ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ദേശീയ അന്തർദേശീയ താരങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത്തരം ഫുട്ബോൾ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നത്. FCI സ്പോർട്സ് പ്രൊമോഷൻ ബോർഡ് ഫുട്ബോൾ കൂടാതെ ക്രിക്കറ്റ്, ഹോക്കി, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് എന്നീ ഇനങ്ങളിലും വർഷം തോറും ഇന്റർ സോണൽ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. മികച്ച താരങ്ങളെ കണ്ടെത്താനായി പ്രതിമാസ സ്റ്റൈപ്പൻഡോടുകൂടി 28 കായിക ഇനങ്ങളിലും FCI പരിശീലനം നൽകുന്നു. FCIയുടെ 45ാമത് ഇന്റർ സോണൽ ഫുട്ബോൾ ടൂർണമെന്റ് മാർച്ച് 14 മുതൽ 18 വരെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സ്പോർട്സ് സെക്രട്ടറി ഷൈനി വിൽസൺ, FCI ജനറൽ മാനേജർ JS സൈജു, ഡോക്ടർ സുനിൽ എന്നിവർ പറഞ്ഞു. നോർത്ത് സോൺ, വെസ്റ്റ് സോൺ, ഈസ്റ്റ് സോൺ, നോർത്ത് ഈസ്റ്റ് സോൺ, ഹെഡ്ക്വാർട്ടേഴ്സ്, സൌത്ത് സോൺ എന്നീ 6 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിലെ സമാപന മത്സരം മാർച്ച് 18 നടക്കും. അൽത്താഫ് എന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥി കേന്ദ്ര കഥാപാത്രമായെത്തുന്ന പള്ളിക്കൂടം ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ നടന്നു. വേളാങ്കണ്ണി മാതാ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മനോജ് വർക്കി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് PC പാലമാണ്. വേളാങ്കണ്ണി മാതാ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മനോജ് വർക്കി നിർമ്മിച്ച് ഗിരീഷ് PC പാലം രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രം പള്ളിക്കൂടത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ നടന്നു. ചടങ്ങിൽ PV ഗംഗാധരൻ, സംവിധായകൻ VM ബിനു, ജയപ്രകാശ് കൂളൂർ, PR നാഥ്, പ്രശസ്ത സിനിമാ നടൻ വിനീത്, നടി അഞ്ജലി, ശ്രേയ ജയദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. അൽത്താഫ് എന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പള്ളിക്കൂടം സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. അൽത്താഫിന്റെ സ്കൂളിൽ പുതിയ അധ്യാപകൻ എത്തിയതിനുശേഷം കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് സിനിമയുടെ പ്രമേയം. വലുതാവുമ്പോൾ ആരാവണമെന്ന അധ്യാപകന്റെ ചോദ്യത്തിന് മറുപടി നൽകാതിരുന്ന അൽത്താഫ് അന്നുമുതൽ ആഗ്രഹങ്ങൾ തേടി പോകുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. മാസങ്ങളോളം നിരവധി കുട്ടികൾക്ക് ട്രെയിനിംഗ് കൊടുത്ത് കണ്ടെത്തിയ ബാലതാരങ്ങളാണ് പള്ളിക്കൂടത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. കൂടാതെ വിനീത്, സുധീർ കരമന, ഇർഷാദ്, ബിജുക്കുട്ടൻ, മനോജ്, കോഴിക്കോട് നാരായണൻ നായർ, അഞ്ജലി, അംബിക മോഹൻ തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു.
അനിൽ പനച്ചൂരാൻ, ഹരിനാരായണൻ, രമേശ് കാവിൽ തുടങ്ങിയവരുടെ ഗാനങ്ങൾക്ക് വിദ്യാധരൻ, തേജ് മർവിൻ തുടങ്ങിയവരാണ് സംഗീതം നൽകുന്നത്. MJ രാധാകൃഷ്ണൻ ക്യാമറയും സനീഷ് ലാൽ എഡിറ്റിംഗും നിർവഹിക്കും. വസ്ത്രാലങ്കാരം സന്തോഷ് കുന്നംകുളവും ചമയം ഷൈനി ശില്പയുമാണ് അണിയിച്ചൊരുക്കുന്നത്. KR പ്രൊഡക്ഷൻ കൺട്രോളിൽ കലാസംവിധാനം ലാലു തൃക്കുളവും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സാദിഖ് നെല്ലിയോട്ടുമാണ്. പ്രൊഡക്ഷൻ ഡിസൈനർ നാൻസി സൂസൻ, PRO AS ദിനേശ് തുടങ്ങിയവരുമാണ് പള്ളിക്കൂടം സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർ. കോഴിക്കോട് ചേവായൂർ ദേവഗിരി കോളേജ്, തൊണ്ടയാട് പരിസരങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാവുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിലെ കൺമണിക്കൂട്ടം പഠനം മധുരം പഠനോത്സവ നിറവ് 2016 പദ്ധതിയുടെ ആഘോഷങ്ങൾ 5ാം ദിവസം പിന്നിട്ടു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം M. ഗോപി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാലത്തിന്റെ പുതിയ ശില്പികളെ കൺമണി പോലെ കരുതുന്ന പഠനോത്സവ പരിപാടിയാണ് കൺമണിക്കൂട്ടം. സമൂഹത്തിന്റെ കരുതലും മാർഗനിർദ്ദേശങ്ങളും വിജ്ഞാന വിനോദത്തിലൂടെ വിദ്യാർത്ഥികളിലെത്തിക്കാനാണ് വിദ്യാലയങ്ങൾ തോറും കൺമണിക്കൂട്ടം പഠനം മധുരം പഠനോത്സവ നിറവ് സംഘടിപ്പിച്ചു വരുന്നത്. ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിലും വിപുലമാർന്ന ആഘോഷ പരിപാടികളാണ് പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയത്. ഇതോടനുബന്ധിച്ച് നടന്ന സ്നേഹവിരുന്ന് എന്ന് പേരിട്ട പൂർവ്വ വിദ്യാർത്ഥി സംഗമം M. ഗോപി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TP മനോജ് അധ്യക്ഷനായിരുന്നു. ഹെഡ്മിസ്റ്റർ ലീലാമണി ടീച്ചർ സ്വാഗതം ആശംസിച്ചു. ഭരതൻ പള്ളിപ്പുറത്ത്, കരുവള്ളി ശശി, TP രാമചന്ദ്രൻ, സതീശൻ പുതിയടത്ത് തുടങ്ങിയവർ ഓർമ്മകൾ പങ്കുവച്ചു. 8 ദിവസം നീളുന്ന സ്കൂളിലെ ആഘോഷ പരിപാടികൾക്ക് വ്യാഴാഴ്ച സമാപനമാകും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പുതിയ പാലത്ത് നടന്ന ഒറ്റപ്പൊന്തൽ കൊതുമ്പ് തോണി തുഴയൽ മത്സരം നാട്ടുകാരുടെ ആവേശത്തിരയിൽ ഉത്സവമായി മാറി. പുതിയ പാലം കൂട്ട് റെസിഡൻസ് അസോസിയേഷനാണ് മത്സരം സംഘടിപ്പിച്ചത്. തെളിനീരിൽ ആളുകൾ നീന്തി കുളിച്ച ഒരു പ്രതാപകാലമുണ്ടായിരുന്നു പുതിയ പാലം പുഴയ്ക്ക്. എന്നാൽ ഇന്ന് ഒഴുക്ക് നഷ്ടപ്പെട്ട് നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ഏറ്റുവാങ്ങിയാണ് പുഴയുടെ നീരോട്ടം. ദുർഗന്ധം വമിക്കുന്ന മാലിന്യം പേറിയുള്ള പുഴയുടെ ഈ അവസ്ഥ നിരവധി തവണ അധികൃതർക്ക് മുന്നിൽ പരാതിയായി എത്തിയെങ്കിലും ആരും കനിഞ്ഞില്ല. അധികൃതരോടുള്ള വെല്ലുവിളിയായാണ് കഴിഞ്ഞ 2 വർഷമായി ഇവിടെ ഒറ്റപ്പൊന്തൽ കൊതുമ്പുതോണി തുഴയൽ മത്സരം നടക്കുന്നത്. സിറ്റിസൺ പുതിയ പാലത്തിന്റെ സഹകരണത്തോടെ കൂട്ട് റെസിഡൻസ് അസോസിയേഷനാണ് മത്സരം സംഘടിപ്പിച്ചത്. മേയർ VKC മുഹമ്മദ് കോയ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കൌൺസിലർ PP ഷഹീദ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് KJ മത്തായി, K. ഫിറോസ് ഖാൻ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ MK മുഹമ്മദ് കോയ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. അബു സ്മാരക റോളിംഗ് ട്രോഫിക്കും KT കുഞ്ഞാമുഹാജി മൂപ്പൻ സ്മാരക പ്രൈസ് മണിക്കും വേണ്ടി ഒറ്റപ്പൊന്തൽ തുഴയൽ മത്സരവും KT മുഹമ്മദ് കോയ മൂപ്പൻ സ്മാരക റോളിംഗ് ട്രോഫിക്കായി കൊതുമ്പുതോണി തുഴയൽ മത്സരവുമാണ് സംഘാടകർ ഒരുക്കിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ആവേശത്തിരമാലയിൽ മത്സരം ഉത്സവ പ്രതീതി സൃഷ്ടിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ ഗ്യാലറിയിലും ഇരുകരകളിലും പുതിയ പാലത്തിനു മുകളിലുമെല്ലാം തിങ്ങി നിറഞ്ഞ ജനങ്ങൾ ആവേശത്തോടെ ആർപ്പു വിളിച്ചു. ഒറ്റപ്പൊന്തൽ തുഴയൽ മത്സരത്തിൽ ബാബു 1ാം സ്ഥാനവും P. കോയ 2ാം സ്ഥാനവും PK റഷീദ് 3ാം സ്ഥാനവും നേടി. കൊതുമ്പുതോണി മത്സരത്തിൽ മുജീബ്, നാസർ ചക്കുംകടവ്, ലബ്ബാസ് അലി എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കണ്ണൂർ ജില്ലാ ജഡ്ജ് K. ബൈജു വിതരണം ചെയ്തു. മത്സരാവേശങ്ങൾക്കിടയിലും പുഴയെ മാലിന്യമുക്തമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് അധികൃതരോടുള്ള സംഘാടകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് അനുവദിക്കണമെന്ന് സംസ്ഥാന വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന ജനറൽ കൌൺസിൽ ആവശ്യപ്പെട്ടു. MC നാണു സ്മാരക ഹാളിൽ നടന്ന പരിപാടി CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം KF ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ കൊണ്ടുവന്ന വഴിയോര കച്ചവടക്കാർക്ക് സംരക്ഷണം നൽകുന്ന നയം നടപ്പിലാക്കി ലൈസൻസ് അനുവദിക്കണമെന്ന് സംസ്ഥാന വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന ജനറൽ കൌൺസിൽ ആവശ്യപ്പെട്ടു. ആരാധനാലയങ്ങളുടെ പരിസരത്ത് എല്ലാ മതസ്ഥർക്കും കച്ചവടം നടത്താനുള്ള അവകാശം സംരക്ഷിക്കണമെന്നും വഴിയോര കച്ചവടക്കാർക്ക് ക്ഷേമനിധി നടപ്പിലാക്കണമെന്നും കൌൺസിൽ ആവശ്യപ്പെട്ടു. MC നാണു സ്മാരക ഹാളിൽ നടന്ന ജനറൽ കൌൺസിലിൽ CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം KF ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KS പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി RV ഇക്ബാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി T. ദാസൻ, ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ CP സുലൈമാൻ എന്നിവർ സംസാരിച്ചു. വഴിയോര കച്ചവടം നടത്തി 2 മക്കളെയും ഡോക്ടറാക്കിയ M. സരോജത്തെ ചടങ്ങിൽ ആദരിച്ചു. സ്വാഗത സംഘം കൺവീനർ K. പ്രജീഷ് സ്വാഗതം പറഞ്ഞു.
ഷിഹാൻ വി പി വാസുദേവൻ അനുസ്മരണ ദിനാചരണം സെൻട്രൽ ലൈബ്രറി ഹാളിൽ നടന്നു. അപ്പുണ്ണി വൈദ്യർ ആൻഡ് ഷിഹാൻ വി പി വാസുദേവൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, അക്കാദമി ഓഫ് ഏഷ്യൻ മാർഷൽ ആർട്സ്, ഇന്റർനാഷണൽ കെംപോ കരാത്തെ ദോ എന്നിവ സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അപ്പുണ്ണി വൈദ്യർ ആൻഡ് ഷിഹാൻ വി പി വാസുദേവൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും അക്കാദമി ഓഫ് ഏഷ്യൻ മാർഷൽ ആർട്സ് ആൻഡ് ഇന്റർനാഷണൽ കെംപോ കരാത്തെ ദോയും സംയുക്തമായി ഷിഹാൻ വി പി വാസുദേവൻ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ യോഗാചാര്യനും ബോക്സിംഗ് പരിശീലകനുമായ പുത്തലത്ത് രാഘവൻ മാസ്റ്ററെയും പഴയകാല കളരി ഗുരുക്കളും ചികിത്സകനുമായ ദാമോദരൻ ഗുരുക്കളെയും ആദരിച്ചു. അശ്വം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി.വി. വിജയകുമാർ അധ്യക്ഷനായിരുന്നു. ഇന്റർനാഷണൽ കെംപോ കരാത്തെ ദോ ചീഫ് ഇൻസ്ട്രക്ടറും കൺട്രോളറുമായ പി.വി. പ്രേംകുമാർ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. എ.എം. ഹരീഷ്, അഡ്വക്കേറ്റ് നിർമ്മൽകുമാർ, അജയ് എൻ രാജ്, നന്ദൻ കടലുണ്ടി, സത്യൻ ബാലുശ്ശേരി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ തേർഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. NGO യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. NGO യൂണിയൻ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം പ്രൊഫസർ ടി.പി. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അഴിമതിക്കുമെതിരെ അണിനിരക്കണമെന്ന് NGO യൂണിയൻ ജില്ലാ സമ്മേളനം ആഹ്വാനം ചെയ്തു. പ്രസിഡന്റ് പി. സത്യൻ പതാക ഉയർത്തിയതോടെയാണ് 2 ദിവസത്തെ സമ്മേളനത്തിന് തുടക്കമായത്. ജില്ലാ സെക്രട്ടറി പി. അജയകുമാർ, ട്രഷറർ കെ. സി. രവീന്ദ്രൻ, കെ. മിനി, പി. ദീപ, സി. അനിൽകുമാർ, ടി. മുരളി, കെ. ബി. നിഷ, വി. കെ. സജീവൻ, സി. ലൈല, എ. കെ. ഷീബാകുമാരി, കെ. വി. ശ്രീവിദ്യ, കെ. അഭിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം പ്രൊഫസർ ടി.പി. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പി. സത്യൻ അധ്യക്ഷനായിരുന്നു. FSCTO ജില്ലാ പ്രസിഡന്റ് R.V. അബ്ദുള്ള, കേന്ദ്ര കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സി. ശിവദാസൻ, സെക്രട്ടറി പി. അജയകുമാർ, ജോയിന്റ് സെക്രട്ടറി കെ. പി. രാജേഷ്, എസ്. അജയകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പി. സത്യൻ പ്രസിഡന്റ്, പി. വി. ശാന്ത, ഇ. കെ. സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റുമാർ, പി. അജയകുമാർ സെക്രട്ടറി, പി. സന്തോഷ്, കെ. പി. രാജേഷ് ജോയിന്റ് സെക്രട്ടറിമാർ, ട്രഷററായി കെ. സി. രവീന്ദ്രനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടും നഗരവും വേനൽ ചൂടിൽ ചുട്ടുകൊള്ളുകയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ നിലനിൽപ്പിനായുള്ള നെട്ടോട്ടത്തിലാണ് ജനങ്ങൾ. വേനൽ തുടങ്ങിയപ്പോഴേ താപനില ക്രമാതീതമായി ഉയരുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. ജില്ലയിൽ ചൂട് കൂടുന്നു. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഏറ്റവും കനത്ത ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. വേനൽ കനക്കുന്നതോടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കഠിന ചൂടിനാണ് സാധ്യത. കഴിഞ്ഞ 1 മാസത്തിലധികമായി ശരാശരി 36 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട്. കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ മുൻവർഷങ്ങളിൽ 34 മുതൽ 35 ഡിഗ്രി വരെയാണ് സാധാരണ ചൂട് ഉണ്ടാകാറ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 20-ന് 37.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 30 വർഷത്തിനിടെ കോഴിക്കോട് ഇത്രയും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയിട്ടില്ല. 29-ന് 37.4 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് അനുഭവപ്പെട്ടത്. 3-4 ദിവസങ്ങളിൽ 37 ഡിഗ്രിയും, തിങ്കളാഴ്ച 36.6-ഉം, ചൊവ്വാഴ്ച 35.9-ഉം, ബുധനാഴ്ച 36.6 ഡിഗ്രി സെൽഷ്യസ് ചൂടുമാണ് അനുഭവപ്പെട്ടത്. വരും ദിവസങ്ങളിൽ ജില്ലയിൽ ചൂട് കൂടാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ചൂട് കനത്തതോടെ ജനം വലയുകയാണ്. സൂര്യതാപം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. താപനില 41 ഡിഗ്രി സെൽഷ്യസിൽ കൂടുമ്പോഴാണ് സൂര്യതാപം ഉണ്ടാവുക. ഭൂമിയുടെ ഉപരിതലത്തിൽ ജലാംശം കുറവായതാണ് ചൂട് കൂടാൻ കാരണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കടുത്ത സൂര്യതാപമുള്ളപ്പോൾ പുറത്തിറങ്ങാതിരിക്കുക എന്നതാണ് പ്രതിരോധിക്കാനുള്ള ഏകമാർഗം. ത്വക്കിന് ചുവപ്പു നിറവും വേദനയും അനുഭവപ്പെടുക, പൊള്ളി, തൊലി അടർന്നു പോവുക, കുമിളകൾ രൂപപ്പെടുക തുടങ്ങിയ സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങളാണ്. തലച്ചോറ്, ത്വക്ക്, ഹൃദയം, മസിലുകൾ എന്നിവയെ സൂര്യതാപം ബാധിക്കും. ഹൃദ്രോഗികൾ, പ്രായമേറിയവർ, കുഞ്ഞുങ്ങൾ, സ്ഥിരമായി മരുന്നു കഴിക്കുന്നവർ എന്നിവർ വേനൽക്കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഈ മേഖലയിലെ ഡോക്ടർമാരും അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബാങ്ക്മെൻസ് ക്ലബിന്റെ സാംസ്കാരികോത്സവം ടൗൺ ഹാളിലും ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിലുമായി നടന്നു. ചടങ്ങിൽ കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ ആദരിച്ചു. അരവിന്ദൻ ഇല്ലാത്ത കാൽനൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ ആർട്ട് ഗാലറിയിൽ കാർട്ടൂൺ പ്രദർശനവും നടന്നു. ബാങ്ക്മെൻസ് ക്ലബ് സാംസ്കാരികോത്സവത്തിന് കോഴിക്കോട് ടൗൺ ഹാളിൽ തുടക്കം.
ഡോക്യുമെന്ററി പ്രദർശനം, ഗാനമേള, കാർട്ടൂൺ പ്രദർശനം തുടങ്ങി നിരവധി പരിപാടികളാണ് 3 ദിവസം നീണ്ടുനിൽക്കുന്ന സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ ആദരിച്ചു. കലാഭവൻ മണിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ജില്ലയിലെ കലാകാരന്മാർ ബീച്ചിൽ ഒത്തുചേർന്നു. മണിയുടെ നാടൻ പാട്ടുകൾ പാടിയും ചിത്രം വരച്ചും മണി അഭിനയിച്ച് അനശ്വരമാക്കിയ കഥാപാത്രങ്ങളെ പുനരവതരിപ്പിച്ചുമാണ് കലാകാരന്മാർ ആദരാഞ്ജലി അർപ്പിച്ചത്. വരയായും വാക്കുകളായും പാട്ടുകളായും കഥാപാത്രങ്ങളായും കലാഭവൻ മണി വീണ്ടും ആരാധകർക്ക് മുൻപിലെത്തി. യുവതാര കോട്ടൂളിയാണ് കലാഭവൻ മണിക്ക് വേറിട്ട സ്മരണാഞ്ജലി ഒരുക്കിയത്. കടപ്പുറത്തൊരുക്കിയ വലിയ ക്യാൻവാസിൽ പരാഗ് പന്തിരങ്കാവ് ബ്രഷ് കൊണ്ട് മണിയെ സൃഷ്ടിച്ചപ്പോൾ മണിദാസ് പയ്യോളി കലാഭവൻ മണിയുടെ അനശ്വര കഥാപാത്രമായ അന്ധഗായകൻ രാമുവായി വേദിയിലെത്തി. നിന്റെ മുരളിക കേൾക്കുമ്പോൾ നാടൻപാട്ട് കലാകാരന്മാരായ കുഞ്ഞനും ഗിരീഷാംബ്രയും നാടൻ പാട്ടുകളിലൂടെയും വിജേഷ് കോഴിക്കോട് പാട്ടുകളിലൂടെയും ഓർമ്മകൾ പുതുക്കി. കലാഭവൻ മണിയുടെ പാട്ട് കേൾക്കാനും കഥാപാത്രങ്ങളെ കാണാനും ചിത്രം കാണാനും കടപ്പുറത്ത് ആരാധകരുടെ തിരക്ക് തന്നെയുണ്ടായി. ചടങ്ങിൽ കെ വിജേഷ് അധ്യക്ഷം വഹിച്ചു. യുവതാര സെക്രട്ടറി പ്രമോദ് കോട്ടൂളി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തരങ്കിണിയിൽ ഈണമായി മാധുരി. കോഴിക്കോട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തരങ്കിണി വനിതാ ദിനാഘോഷ പരിപാടിയിൽ പിന്നണി ഗായിക മാധുരി ഈണവുമായി എത്തിയത് വനിതാ ഡോക്ടർമാർക്ക് ഏറെ ആവേശമായി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വുമൻസ് വിംഗിന്റെ നേതൃത്വത്തിൽ തരങ്കിണി വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. IMA ഹാളിൽ നടന്ന പരിപാടി പിന്നണി ഗായിക മാധുരി ഉദ്ഘാടനം ചെയ്തു. പ്രായത്തിന്റെ ആവശ്യതകൾ മറന്ന് തന്റെ സംഗീതത്തോടുള്ള പ്രണയത്തെ കാട്ടി തരങ്കിണി വനിതാ ദിനാഘോഷ പരിപാടിയിൽ 2 വരി മൂളിക്കൊണ്ട് വനിതകൾക്ക് അവർ ആശംസ അറിയിച്ചു. തുടർന്ന് മുതിർന്ന ഡോക്ടർമാരായ ഡോക്ടർ OC ഇന്ദിര, ഡോക്ടർ PA ലളിത തുടങ്ങിയവരെ ആദരിച്ചു. ജില്ലാ IMA പ്രസിഡന്റ് ഡോക്ടർ KV രാജു അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ വിമ സ്റ്റേറ്റ് കൺവീനർ ഡോക്ടർ ഷീല ശിവൻ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വർഷ വിനു, വിമ ചെയർപേഴ്സൺ ഡോക്ടർ VK ചെല്ലമ്മ, ഡോക്ടർ PN അജിത, ഡോക്ടർ പാർവതി S തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാട്ടുകാരുടെ കൂട്ടായ ശ്രമദാനത്തിലൂടെ ഒഴുക്ക് നഷ്ടപ്പെട്ട ഓവുചാൽ വൃത്തിയായി. കോർപ്പറേഷൻ 41-ാം ഡിവിഷനിലെ 2.5 കിലോമീറ്റർ ദൂരം വരുന്ന ഓവുചാലാണ് പുനരുദ്ധരിച്ചത്. മേയർ VKC മുഹമ്മദ് കോയയും ശ്രമദാനത്തിൽ പങ്കാളിയായി. മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട ഓവുചാൽ ജനകീയ കൂട്ടായ്മയിൽ പുനരുദ്ധരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ 41-ാം ഡിവിഷനിൽ കോവിലകം പറമ്പിലെ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള 2.5 കിലോമീറ്ററോളം നീളം വരുന്ന ഓവുചാലാണ് ശ്രമദാനത്തിലൂടെ പുനരുദ്ധരിച്ചത്. പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളും സന്നദ്ധ സംഘടനകളിലെ അംഗങ്ങളുമടക്കം 100-ൽ പരം ആളുകളാണ് ശ്രമദാനത്തിനായി ഇറങ്ങിയത്. ഇവർക്ക് സഹായമേകി കോർപ്പറേഷനിലെ 6ഓളം ജീവനക്കാരും സ്ഥലത്തെ കൌൺസിലർ കൂടിയായ മേയർ VKC മുഹമ്മദ് കോയയും സ്ഥലത്തെത്തി ശ്രമദാനത്തിന് നേതൃത്വം നൽകി. ഈ മാലിന്യം സംസ്കരിക്കുന്നതിന് വേറെ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. മാലിന്യം വലിച്ചെറിയരുത്, അത് വീട്ടിൽ തന്നെ സംസ്കരിക്കാനുള്ള പരിപാടികളൊക്കെ കോർപ്പറേഷൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കാൻ ജനങ്ങളെ വീട്ടുകാരുടെ എല്ലാ ഈ അഴുക്ക് വെള്ളത്തിന്റെ പൈപ്പുകളൊക്കെ ഈ ഓടിലേക്കാണ് വരുന്നത്, ഓവയിലേക്കാണ് വരുന്നത്. അത് അടയ്ക്കുക, അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടയ്ക്കാൻ. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതിനാൽ ഓരോ വീടുകളിൽ നിന്നുമുള്ള മലിനജലം ഈ ഓടയിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ഈ പ്രവണത ഒഴിവാക്കിയാൽ മാത്രമേ തുടർന്ന് അഴുക്കുചാൽ പൂർവ്വസ്ഥിതിയിൽ ആക്കിയെടുക്കുവാൻ സാധിക്കൂവെന്ന് മേയറും കമ്മിറ്റി കൺവീനർ ജയപ്രകാശും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവമ്പാടിയിൽ കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകാൻ മുസ്ലിം ലീഗ് തയ്യാറായില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അഡ്വക്കേറ്റ് സണ്ണി പൊന്നാമറ്റം. ഇന്ത്യയുടെ വിദേശ നയം ഒരു പുനഃപരിശോധന എന്ന വിഷയത്തിൽ കോഴിക്കോട് സെമിനാർ. ദേശീയ താൽപര്യത്തിന് ഇന്ത്യയുടെ വിദേശ നയങ്ങൾ ഇടപെടലുകൾ വേണമെന്ന് സെമിനാർ. ഹൈന്ദവ ധർമ്മരക്ഷാ സംഗമം ഏപ്രിൽ 6-ന് കോഴിക്കോട് ബീച്ചിൽ. ബാബ രാംദേവ്, സ്വാമി ഋതംബരാനന്ദ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.